ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 3rd ചാപ്റ്റർ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സും പ്രധാനപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നെക്സ്റ്റ്, സോൾവ് ദ ഫോളോയിങ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. 3x - y = 3, 9x - 3y = 9. ഈ സ്പീഡിൽ പറഞ്ഞു പോകാം, കാരണം കഴിഞ്ഞ പ്രോബ്ലം ചെയ്തപ്പോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ 3x - 3 = 3x - y = 3, 9x - 3y = 9. ഇക്വേഷൻ നമ്പർ 1 2 എന്ന് കൊടുത്തു. എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഏതാ കൊടുക്കുക? വൺ ഓഫ് ദ ടു ഇക്വേഷൻസ്. എളുപ്പമുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സിമ്പിൾ ഇക്വേഷൻ ഏതാ? ഫസ്റ്റ് ഇക്വേഷൻ സെലക്ട് ചെയ്തു. x കൊടുക്കണോ y കൊടുക്കണോ? 3x - y = 3. Write the equation either x = or y = ഏത് കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ x = എന്ന് എഴുതുന്നു. അപ്പൊ ഡയറക്റ്റ് എഴുതി പോയി x = അപ്പൊ 3x = 3 + y എന്നാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് x = 3 + y / 3 കൊടുക്കണം. ഡയറക്റ്റ് എഴുതുവാണ്. y അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. y + 3 അല്ലെങ്കിൽ 3 + y / ആ 3 താഴേക്ക് കൊണ്ടുവന്നു. 3 അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി എവിടെ ചെയ്യണം? ഇനി നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കാൻ പാടില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ഇക്വേഷനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതിയേക്കുന്നത്. അപ്പൊ വീണ്ടും കൊടുക്കേണ്ടത് ഫസ്റ്റ് ഇക്വേഷൻ കൊടുത്താൽ ആൻസർ കിട്ടൂല. എന്ത് ചെയ്യണം? സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കണം. അത് 2 കണക്ക് മുമ്പ് ഞാൻ പറഞ്ഞാണിത്. അപ്പോൾ സെക്കൻഡ് ഇക്വേഷൻ കൊടുക്കും. y + 3 / 3 ആണ് എക്സിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് 9x ആണ്. അപ്പൊ 9 ഇൻറ്റു ബ്രാക്കറ്റ് ഒഴിവാക്കരുത് ഒരിക്കലും, ആ ബ്രാക്കറ്റോടുകൂടി തന്നെ കൊടുക്കണം. y + 3 / 3 - 3y അതെല്ലാം ആ ഇക്വേഷൻ പോലെ തന്നെ ഈക്വൽ ടു 9. അതാണ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്ക് മാറ്റി എഴുതാം. നോക്കാം. അപ്പൊ 3നെ 9നെയും കട്ട് ചെയ്തു. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ 3നെ y + 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 3 × y യും 3 × 3യും ചെയ്യണം. അറിയാമല്ലോ, കഴിഞ്ഞ കണക്കിൽ പറഞ്ഞതാണ്. 3y + 3 × 3 9 ആണ്. -3y = 9 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അവിടെ y 3y യും 3y യും ഉണ്ട്. അപ്പൊ ഇവിടെയും പഴയ പ്രശ്നം വന്നിട്ടുണ്ട്. നോക്കിക്കോ, 9 = 9. വീണ്ടും 9 = 9 വന്നു. അപ്പൊ എന്ത് ചെയ്യണം? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞിരുന്നു 9 = 9 എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ദീസ് ഇക്വേഷൻ ഡു നോട്ട് ഹാവ് യുണീക് സൊല്യൂഷൻ. ഇവിടെ കൊണ്ട് നമുക്ക് നിർത്താം. അപ്പൊ 9 = 9 എന്ന് കിട്ടി. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനിലേക്ക് നോക്കുക. 3x - y = 3 യും 9x - 3y = 9 ആണ്. അപ്പൊ 3x - y = 3നെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് സെക്കൻഡ് ഇക്വേഷൻ. ഇങ്ങനെ കണ്ട പേടിക്കണ്ട. എന്ത് ചെയ്യാം? അപ്പോൾ ദീസ് ഇക്വേഷൻ ഡു നോട്ട് ഹാവ് എ യുണീക് സൊല്യൂഷൻ എഴുതാം. വേണമെങ്കിൽ കൈ നിട്ടോ a1 / a2 = b1 / b2 = c1 / c2 എന്ന് കൂടെ എഴുതി വെക്കുക. മാർക്ക് കിട്ടാൻ എളുപ്പമാണ്. കാരണം 3/9 = 1/3 = 3/9 ആണ്. അപ്പോൾ അങ്ങനെ ഇതിങ്ങനെ സോൾവ് ചെയ്യുക. 9 = 9 എന്ന് കിട്ടും. പേടിക്കണ്ട. സോൾവ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്. ഇവിടെയും നമ്മൾ ഇതുവരെ ചെയ്ത അതേ ഫോമിൽ തന്നെയാണ് ഇക്വേഷൻ ഉള്ളത്. ഒരു പ്രശ്നവും ഇല്ല. പക്ഷെ ഇവിടെ എന്താ? ഡെസിമൽ വന്നു. ഡെസിമൽ വന്നു എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഡെസിമൽ നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചതാണ്. അതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ മാത്രമേ ഇവിടെ പ്രശ്നമുള്ളൂ, അല്ലാതെ ഈ ചാപ്റ്ററിന്റെ പ്രശ്നമല്ല. എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുന്നു. 0.2x + 0.3y = 1.3, 0.4x + 0.5y = 2.3. അവിടെ ഒരു നീല നിറത്തിൽ സംഭവം കാണുന്നില്ലേ? ലെറ്റ്സ് മൾട്ടിപ്ലൈ ബോത്ത് ഇക്വേഷൻ ബൈ 10 ടു റിമൂവ് ഡെസിമൽ പോയിന്റ്. ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമുക്ക് ഫ്രാക്ഷൻ വരുമ്പോൾ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഡെസിമൽ വന്നാൽ ഈ ഡെസിമൽ ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ട് പലപ്പോഴും. എന്നിട്ട് ആ ഡെസിമൽ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. എന്നിട്ട് അവസാനം എല്ലാം കൂടെ കുളമാക്കിയിട്ട് മൊത്തം വെട്ടിക്കളഞ്ഞിട്ട് ബോർഡിൽ കിടക്കുന്ന ആൻസർ നോക്കി എഴുതും. അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫ്രാക്ഷൻ വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതിനെ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഫ്രാക്ഷനെ ഒഴിവാക്കും. അപ്പൊ അതേപോലെ ഡെസിമൽ വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം? ആ പോയിന്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ 10 കൊണ്ടോ 100 കൊണ്ടോ ഒക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ആ ഡെസിമൽ പോയിട്ട് സാധാരണ നമ്പർ കിട്ടൂലേ? ആ ഒരു ബുദ്ധി ഇവിടെ ഉപയോഗിക്കുക. അപ്പോ ചെയ്യുവാണ് 2x + 3y = 0.2x + 0.3y = 1.3 എന്നുള്ളതിനെ സിമ്പിൾ ആയിട്ട് മാറ്റി എഴുതി. എന്ത് ചെയ്തു? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2x + 3y = 13. സിമ്പിൾ അല്ലേ?
നെക്സ്റ്റ് 4x പ്ലസ് 5y ഈസ് ഈക്വൽ ടു 23. ഇപ്പൊ ഡെസിമലിലെ പ്രശ്നം തീർന്നില്ലേ? പിന്നെ നമുക്ക് ഏറ്റവും കുഞ്ഞ് ഇക്വേഷൻ അല്ലേ, ഇതിനെ സോൾവ് ചെയ്യാം. എന്തെങ്കിലും 1 2 കൊടുക്കുന്നു, ചുമ്മാ സോൾവ് ചെയ്തു. ഇതെല്ലാം പണ്ട് ചെയ്ത പോലെ തന്നെ ചെയ്യുവാണെങ്കിൽ സ്പീഡിൽ പോവാണേ, കാരണം അറിയാവുന്ന കാര്യമാണ്. അപ്പൊ 2x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 13 എടുത്തു. ഇതൊന്നും പറയുന്നില്ല, നേരത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് സ്പീഡിൽ പോകുന്നു. x ഈക്വൽ ടു എന്ത് ചെയ്യാൻ പറ്റും? ആ 3y അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ 2x ഈക്വൽ ടു 13 പ്ലസ് 3y ആണ്. അപ്പൊ x ഈക്വൽ ടു 13 പ്ലസ് 3y ഡിവൈഡ് ബൈ 2 ആയിരിക്കും. 13 ആ 3y പ്ലസ് ആണ്, പോയി 13 മൈനസ് 3y ഡിവൈഡ് ബൈ 2. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. എന്ത് ചെയ്യാം? അതെടുത്തിട്ട് സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ ഇത്ര നേരം ചെയ്തുകൊണ്ടിരുന്നത്. 4x, അപ്പൊ 4 എഴുതി, എക്സിന് പകരം ഈ വാല്യൂ കൊടുക്കുക. 13 മൈനസ് 3y ഡിവൈഡ് ബൈ 2 കട്ട് ചെയ്യുന്നൊക്കെ നേരത്തെ പറഞ്ഞാണ്, അറിയാം. പ്ലസ് 5y ടു 23. അപ്പോ 2 ഇൻറ്റു 13 ആണ് ചെയ്ത് 26. അതുപോലെ 2 ഇൻറ്റു മൈനസ് 3 ആണ് -6. ബാക്കി 5y മാറ്റമില്ല. 5y ഈക്വൽ ടു 23 കിട്ടി. ഇപ്പൊ എന്താ സംഭവിച്ചേ? -6y ഉണ്ട്. ഒരു സ്റ്റെപ്പിൽ ഞാനത് മാറ്റി. അപ്പൊ ഇവിടെ -6y 5y ഉണ്ട്. അപ്പൊ അവിടെ -5y വരാൻ പാടുള്ളൂ. ഈ 26 അപ്പുറത്ത് പോകണം. അപ്പൊ 23 മൈനസ് 26 കിട്ടിയേ പറ്റൂ. ഈക്വൽ ടു, പെട്ടെന്ന് കണ്ടപ്പോ ഒരു മാറ്റം തോന്നിയിട്ടുണ്ടാവും, പക്ഷെ ഇത്രയേ ഉള്ളൂ. എന്താ? -6ഉം 5ഉം കൂട്ടി, സിമ്പിൾ ആയിട്ട് 26 അപ്പുറം ഉണ്ടായി. അപ്പൊ -5y -1y ഈക്വൽ ടു 3 എന്ന് കിട്ടി. അതായത് y ഈക്വൽ ടു എന്തായിരിക്കും? ഓക്കെ, ഇനി എന്ത് ചെയ്യണം? y ഈക്വൽ ടു 3 കിട്ടി. നമ്മൾ ആ പോയിന്റ് എല്ലാം, ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റിയിട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി സിമ്പിൾ ആയിട്ട് ഇക്വേഷനിൽ ചുമ്മാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എളുപ്പമുള്ള ഇക്വേഷൻ ഞാൻ സെലക്ട് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ പറയുക. നമുക്ക് y ഈക്വൽ ടു കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ല. x ഈക്വൽ ടു നമ്മൾ വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ കൊടുത്താലും മതി. ഇനി ഫുൾ ഇക്വേഷൻ കൊടുക്കണമെങ്കിലും കൊടുക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. x ഈക്വൽ ടു 13 മൈനസ് 3y ഡിവൈഡ് ബൈ 2. അപ്പോൾ 3y എന്താ? 3 ഇൻറ്റു y, y ന്റെ വാല്യൂ 3 ആണ്. അപ്പൊ 13 മൈനസ് 3 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 2 എളുപ്പമാണ്. ഈക്വൽ ടു 13 മൈനസ് 9 ഡിവൈഡ് ബൈ 2 ഈക്വൽ ടു 4/2. 13 മൈനസ് 9 x equal to and y is equal to 3 is the solution of the given equation. ഇത് ഞാൻ വേഗത്തിലാണ്, സ്പീഡിലാണ് പറഞ്ഞത്. ഇങ്ങനെ പറയാൻ കാരണം മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അത് വളരെ എളുപ്പമായിരിക്കും. നിങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാനിത് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് പറയുന്നത്. മുമ്പുള്ള വീഡിയോ കണ്ടു നോക്കുക, ഇല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ഇതിന് ആൻസർ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരും. ഇത് പെട്ടെന്ന് പറഞ്ഞത് ഇത് തന്നെ, ഒരേ കാര്യം തന്നെ, ഒരേ മെത്തേഡിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് സ്ഥിരം കാണുന്നവർക്ക് ബോറടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് എലിമിനേഷൻ മെത്തേഡ്.